നിങ്ങൾ കുടിക്കുന്ന വെള്ളം സുരക്ഷിതമാണെന്ന് ഉറപ്പുണ്ടോ? അതോ അഴുക്കും ബാക്ടീരിയയും നിറഞ്ഞ വെള്ളമാണോ കുടുംബം കുടിക്കുന്നത്? ഇനി രോഗങ്ങളെ ക്ഷണിച്ചു വരുത്താതെ ഓരോ തുള്ളിയിലും വെള്ളത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തൂ ആക്വാ സ്പ്ലാഷ് വാട്ടർ പ്യൂരിഫയേഴ്സിനൊപ്പം. ചേലക്കര വെങ്ങാനല്ലൂർ പരക്കാട് ക്വാറി വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് നാട്യഞ്ചിറ സ്വദേശി ആലായിക്കൽ അബ്ദുൾ അസീസ്. പാരിസ്ഥിതിക ദുർബല പ്രദേശമാണെന്നിരിക്കെ മേഖലയിൽ പുതിയ ക്വാറിക്ക് കൂടി അനുമതി നൽകുന്നത് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമെന്നും അദ്ദേഹം. കനത്ത മഴ പെയ്താൽ പ്രദേശം മണ്ണിനടിയിലാകുമെന്ന് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ നിന്നും വ്യക്തം. വെങ്ങാനല്ലൂർ വില്ലേജിൽ 2018 ആഗസ്റ്റ് 5 ഉരുൾപൊട്ടിയിട്ടുള്ള സ്ഥലമാണ്. അതുമല്ല, തലപ്പള്ളി താലൂക്ക് ഭൂജല പ്രദേശമാണ് എന്നുള്ള ഒരു അറിവും കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒരു കനത്ത മഴയുണ്ടായി കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ മണ്ണിലടിയിലാവുമെന്ന് തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്മുടെ ചേലക്കരയിൽ മെതുക് ഭാഗത്തുള്ള കോറികൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് അധികം താമസിയാതെ ഇതിനടിയിൽ സമീപ പ്രദേശത്ത് ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിന് മുന്നേ തന്നെ ഞാനിത് ഹൈക്കോടതിയെ ബന്ധപ്പെട്ട് ഇതെല്ലാം കോറികളെല്ലാം തടയാൻ ശ്രമിക്കും. ചെറുകിട സംരംഭകർക്ക് ലൈസൻസ് നൽകി അടിമുടി നിയമലംഘനം നടത്തുന്ന വൻകിട ക്വാറി മാഫിയകളെ തടയണമെന്നും അബ്ദുൾ അസീസ് ആവശ്യപ്പെട്ടു. ചെറുകിട സംരംഭകർക്ക് ലൈസൻസ് അനുവദിക്കാൻ, വൻകിട കോറികൾ നിർത്തിവെക്കാനാണ് ഞാൻ എല്ലാ പരാതികളിലും എഴുതാറുള്ളത്. ചെറുകിട സംരംഭകർ നിയമം പാലിക്കും. നാട്ടുകാരെന്തെങ്കിലും പരാതി പറഞ്ഞാൽ അവരനുസരിക്കും. നാട്ടുകാർക്ക് കല്ല് കിട്ടും. ഇതേപോലത്തെ ഈ ഭൂമി കുലുക്കം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, വീട് വിള്ളൽ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അനുവദനീയമായതിലും എത്രയോ ഇരട്ടിലോടാണ് ദിനംപ്രതി ചേലക്കര പരക്കാടും പരിസര പ്രദേശങ്ങളിലുമായി പ്രവർത്തിക്കുന്ന ക്വാറികളിൽ നിന്നും ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ കടത്തിക്കൊണ്ടു പോകുന്നത്. നിയമത്തെ കാറ്റിൽ പറത്തി ജനങ്ങളുടെ ജീവന് പുല്ലുവില നൽകുന്ന നടപടിയാണ് ക്വാറി മാഫിയ സ്വീകരിക്കുന്നതെന്നും ഇതിന് പഞ്ചായത്ത് അധികാരികൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം ഒത്താശ ചെയ്യുകയാണെന്നും ആക്ഷേപം. എല്ലാ കൂറിക്കാരും ഒയാസിസിന് ഒരു ദിവസം 5 ലോഡ് കല്ല് കൊണ്ടുപോകാൻ അനുമതി ഉണ്ടാകുമ്പോൾ അവർ 50 ലോഡ് കല്ലാണ് കൊണ്ടുപോകണം. ഇതേ അവസ്ഥയിലാണ് എല്ലാ കോറിക്കാരും. 10 ഇരട്ടി, 15 ഇരട്ടി, 20 ഇരട്ടി ലോഡ് കല്ലുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ഗ്രാമസഭയുടെ അംഗീകാരത്തിനാണ് പ്രാധാന്യമെന്നിരിക്കെ വിഷയത്തിൽ ഗ്രാമസഭ കൂടി ജനങ്ങളുടെ പക്ഷം കേൾക്കാൻ പോലും പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും അവസാനം പഞ്ചായത്താണ് ഇതിൻ്റെ DNO ലൈസൻസ്. ഇപ്പോൾ DNO ലൈസൻസിന് പകരം വേറൊരു FPTECO അങ്ങനെ എന്തോ ഒരു നമ്പറിലാണ് ഇപ്പോൾ ലൈസൻസ് അനുവദിക്കേണ്ടത്. ഈ പഞ്ചായത്താണ് അന്തിമ തീരുമാനം. പഞ്ചായത്ത് ജനങ്ങൾക്ക് പരാതി അന്വേഷിക്കാതെ, ഗ്രാമസഭ കൂടി അംഗീകാരം നൽകാതെ പഞ്ചായത്തിന് എങ്ങനെ ഇതിലൊക്കെ ചെയ്യാൻ പറ്റും? ഈ പഞ്ചായത്തിന് അവർ ഹൈക്കോടതിയിൽ എന്ത് ഉത്തരവ് കടന്നാലും, ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് കടന്നാലും പഞ്ചായത്തിന് അടിയന്തര ഗ്രാമസഭ കൂടി ഈ കോറിക്കെതിരെ അജണ്ടയിൽ ഉൾപ്പെടുത്തി നാട്ടുകാരുടെ അംഗീകാരം നൽകി കഴിഞ്ഞാൽ ഗ്രാമസഭ തീരുമാനം സുപ്രീം കോടതി ജഡ്ജിക്ക് പോലും മാറ്റാൻ പറ്റില്ല. ഒരു കോടതിക്ക് മാറ്റാൻ പറ്റില്ല, ഒരു പ്രധാനമന്ത്രിക്ക് മാറ്റാൻ പറ്റില്ല, രാഷ്ട്രപതിക്ക് മാറ്റാൻ പറ്റില്ല. അന്തിമ തീരുമാനമാണ് ഗ്രാമസഭ അംഗീകാരം. പഞ്ചായത്തിന് അത് ചെയ്തുകൂടെ? പഞ്ചായത്ത് എന്തിനാ ഈ കോടതി അവരെ കോടതി കയറ്റാൻ പോകണം, അത് കയറ്റാൻ പോകണം, ഇത് കയറ്റാൻ പോകണം, അവരെ കോടതിയിൽ കയറ്റി ഇറക്കാൻ പോകണമെന്ന് ഗ്രാമസഭ കൂടിയിട്ട് ഇതിന് കൊടുക്കേണ്ട DNO ലൈസൻസ് അംഗീകാരം കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരാൾക്ക് ഒരു കോടതി പോയാലും നീതി കിട്ടില്ല. പഞ്ചായത്തിനാണ് പരമാധികാരം. അത് പഞ്ചായത്ത് എന്താ മനസ്സിലാക്കാത്തത്? ഇത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാ മെമ്പർമാരും സാമ്പത്തികം കൈപ്പറ്റി കൂറിക്കാർക്ക് അനുകൂലമായിട്ടാണ്. എന്നിട്ട് ഓരോ മുട്ടുന്യായങ്ങൾ പറയാം. അവർ കോടതിയിൽ നിന്ന് ഉത്തരവ് കൊടുത്തിട്ടാണ്. ഏത് കോടതിയിൽ നിന്ന് ഉത്തരവ് കൊടുത്താലും ഗ്രാമസഭ കൂടി അംഗീകാരം നൽകി അവർ കോടതി പോയി കഴിഞ്ഞാൽ റെസ്പോണ്ടായിട്ട് പഞ്ചായത്തിന് റെസ്പോണ്ട് ചെയ്യും. അതിൻ്റെ സമൻസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിന് ഗ്രാമസഭ അംഗീകാരത്തിൻ്റെ തീരുമാനം കോടതിയിൽ ഹാജരായി കഴിഞ്ഞാൽ ഒരു കോടതിയും കോറിക്കാർക്ക് അനുകൂലമായിട്ട് വിധിക്കില്ല. ഇതെല്ലാം വെറും നാടകങ്ങളാണ്. നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാടകങ്ങളാണ്. ജനങ്ങൾ കരുതി അധികം താമസിയാതെ ഇവിടെ മെതുകിൽ ഒരു ഉരുൾപൊട്ടും. അപ്പോഴേ ജനങ്ങളും പഠിക്കുള്ളൂ. ഈ ഉദ്യോഗസ്ഥന്മാർക്കും മെമ്പർമാർക്കും യാതൊരു പ്രശ്നമില്ല. അവർക്ക് കാശ് കിട്ടേണ്ടൊക്കെ അവർ കിട്ടി. ഇതൊക്കെ എല്ലാ കോറികളും ഇവിടെ നിയമവിരുദ്ധമാണ്. ഒന്നാമത്തെ ഇതിൽ ഒരു കോറിക്ക് ബെഞ്ച് കട്ടിങ് ഇല്ല, സ്ഫോടനത്തിൻ്റെ അളവ് പാലിക്കുന്നില്ല.
നമ്മുടെ ഒയാസിസിൻ്റെ മെഗസിൻ വക്കടേക്കാട് പോലീസ് സ്റ്റേഷനിലാണ്. ചേലക്കര പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള വക്കടേക്കാട് പോലീസ് സ്റ്റേഷൻ്റെ മുകളിലാണ് ഈ പഞ്ചായത്തിലെ ഡിയോൻ്റെ ലൈസൻസ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന മുഴുവൻ എൻ്റർപ്രൈസസ് ലൈസൻസും ഫാക്ടറികൾക്കും സംരംഭങ്ങൾക്കുള്ള ലൈസൻസുമാണ്. അതേപോലെ തന്നെ GK ഗ്രാനൈറ്റ്സിൻ്റെ കോറി NMLT സ്കൂളിൻ്റെ അപ്പുറത്തുള്ള ഞാൻ മനസ്സിലാക്കിയത് റപ്പായുടെ എസ്റ്റേറ്റാണ്. ഞാൻ അതിൻ്റെ എല്ലാം പ്ലാനും എല്ലാ സ്കെച്ചും എൻ്റെ അടുത്ത് 10-20 കിലോ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും ഈ കോറി വിഷയത്തിൻ്റെ തന്നെ. അവർ ഏത് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് കൊടുത്താലും ഗ്രാമസഭ തീരുമാനം ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഒരു രക്ഷയും കിട്ടില്ല. പഞ്ചായത്ത് അത് ചെയ്യൂ. നിങ്ങൾ ഒരു കമ്മിറ്റി ഒന്നും കൂടേണ്ട കാര്യമില്ല. ഒരു അടിയന്തര ഗ്രാമസഭ കൂടിയിട്ട് ജനങ്ങൾക്ക് പരാതി ഉണ്ടെന്നുള്ള അംഗീകാരം നൽകി കഴിഞ്ഞാൽ അത് സുപ്രീം കോടതി ജഡ്ജിക്ക് പോലും മാറ്റാൻ പറ്റില്ല. എന്തായി പഞ്ചായത്ത് അത് ചെയ്യാത്തത്? പഞ്ചായത്ത് സെക്രട്ടറി മഹാമോശം എന്ന് പറയുന്നത് മഹാമോശമാണ്. ഇപ്പോൾ കേരാകുന്നത്ത് റിസോർട്ട് പണിത് കണ്ടില്ലേ? ഇതേ അവസ്ഥ തന്നെയാണ്. ധിക്കാരം, അഹങ്കാരം, പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിച്ചിട്ട് കുളം കുടിയൊഴിപ്പിച്ച് 100% ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘന. ക്വാറികൾക്കെതിരെ മുഖ്യമന്ത്രി അടക്കമുള്ള അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അബ്ദുൾ അസീസ് കൂട്ടിച്ചേർത്തു. പരക്കാട് മെതുക് ഭാഗത്തുള്ള കോറികൾക്കെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, വിജിലൻസ് ഡയറക്ടർ എന്നിവർക്കെല്ലാം പരാതി നൽകിയിരുന്നു. ആ പരാതിക്ക് അടിസ്ഥാനമായി വിജിലൻസ് B വകുപ്പ് 18/7/2026 VIG B1/265/2026-VIG അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പ്, അഡീഷണൽ ചീഫ് സെക്രട്ടറി വ്യവസായ വകുപ്പ്, പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ വകുപ്പ്, പ്രിൻസിപ്പൽ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സെക്രട്ടറി പരിസ്ഥിതി വകുപ്പ്, സെക്രട്ടറി വനം വകുപ്പ്, ഈ എല്ലാവർക്കും ഈ പരാതി കൈമാറുകയും നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്തയച്ചിട്ടുണ്ട്. ഈ കത്ത് പ്രകാരം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ വെങ്ങാലൂർ വില്ലേജിൽ എൻ്റെ ഈ പരാതി വെങ്ങാലൂർ വില്ലേജിൽ എത്തിയിട്ടുണ്ടെന്നുള്ളൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ അടിയന്തര നടപടികൾ ഉണ്ടായില്ല എങ്കിൽ, കർശനമായ നടപടികൾ ഉണ്ടായില്ല എന്ന് വെച്ചെങ്കിൽ ഞാനിത് അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾ കുടിക്കുന്ന വെള്ളം സുരക്ഷിതമാണെന്ന് ഉറപ്പുണ്ടോ? അതോ അഴുക്കും ബാക്ടീരിയയും നിറഞ്ഞ വെള്ളമാണോ കുടുംബം കുടിക്കുന്നത്? ഇനി രോഗങ്ങളെ ക്ഷണിച്ചു വരുത്താതെ ഓരോ തുള്ളിയിലും വെള്ളത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തൂ അക്വാസ്പ്ലാഷ് വാട്ടർ പ്യൂരിഫയേഴ്സിനൊപ്പം. വെള്ളം പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ കിച്ചൺ വാട്ടർ പ്യൂരിഫയർ, ഹോൾ ഹൗസ് വാട്ടർ ഫിൽട്രേഷൻ മോഡലുകൾ എന്നിവ നിർദ്ദേശിക്കുന്നു. എല്ലാ പ്രമുഖ കമ്പനികളുടെയും വാട്ടർ പ്യൂരിഫയേഴ്സിന്റെ സെയിൽസ് ആൻഡ് സർവീസുകൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു. കൂടാതെ പഴയതോ പ്രവർത്തനരഹിതമായതോ ആയ വാട്ടർ പ്യൂരിഫയറുകൾ മാറ്റി പുതിയതെടുക്കാൻ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും ലഭ്യമാണ്. ഹോട്ടലുകൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ 20 മുതൽ 500 LPH വരെയുള്ള വലിയ RO പ്ലാന്റുകളും ചെയ്തു നൽകുന്നു. നിങ്ങളുടെ പ്യൂരിഫയർ ഏത് ബ്രാൻഡാണെങ്കിലും കുറഞ്ഞ ചെലവിൽ കൃത്യസമയത്ത് ഗുണമേന്മയുള്ള സർവീസ് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ശുദ്ധജലം തുടർച്ചയായി വേണമെങ്കിൽ ഓൺ ടൈം സർവീസ് അനിവാര്യമാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യത്തിനായി ഉടൻ ബന്ധപ്പെടൂ അക്വാസ്പ്ലാഷ് വാട്ടർ പ്യൂരിഫയേഴ്സ്.